ഈ BR മാച്ച് മൊത്തം ബ്രസീലിൽ ഇരുന്ന് ഭരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഈ ബ്രസീലിൽ കാണുന്ന ഈ വലിയ വീട്ടിലേക്ക് തന്നെ നമ്മൾ വിട്ടിട്ടുണ്ട്, ഒന്നും കുറക്കണ്ട. അപ്പൊ താഴെ എത്തിയപ്പോ ഒരു പൊട്ടനും കൂടി ഉണ്ടായിരുന്നു കൂടെ. ഞാൻ നേരെ മുമ്പിലുള്ള വുഡ് പേക്കർ എടുക്കുമ്പോൾ ബാക്ക് നല്ല അടിയുന്നുണ്ടായിരുന്നു. ഒന്നും നോക്കില്ല, തലമണ്ട അടിച്ച് പൊട്ടി. ഇനി മുതൽ ഈ ബ്രസീൽ വരിക്കുന്നത് ഞാൻ ഓർമ്മിച്ച് ഇവിടെ ലൂട്ടൊക്കെ അടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പതറിപ്പോ. പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ വിചാരിച്ച എനിമിയാണ്, നോക്കുമ്പോൾ ഈ സ്പോർട്സ് പ്ലെയർ എന്തോ. അങ്ങനെ അവിടുന്ന് ലൂട്ട് അടിച്ച് വരുമ്പോൾ പുറത്തൊരു വാഴ നിൽക്കുന്നുണ്ടായി. ഒന്ന് നോക്കിയല്ലോ, ഒന്ന് തോണ്ടി പിടിച്ചു. അങ്ങനെ 2 കിലോ എടുത്തിട്ട് കുതിരേനെ കണ്ടപ്പോൾ അതിന്റെ അടുത്തേക്ക് പോയി. കുതിര ഉണ്ടായതുകൊണ്ട് ഗ്ലൂ വാൾ ഇടാൻ കഴിഞ്ഞില്ല, അങ്ങനെ ചത്തുപോയി. സാരില്ല, നമ്മൊന്നും കൂടി റിവൈവ് ആയി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് റിവെഞ്ച് എടുക്കാൻ കുതിരേന്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് റിവെഞ്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ആടുന്ന് എന്റെ ലൂട്ട് എടുത്ത് എന്നെ അടിച്ച് എനിമീനെ തപ്പാൻ പോയി. പക്ഷെ അപ്പുറമായിട്ട് ഓൻ ഇങ്ങനെ സ്പോട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം ഓടി എന്റെ കയ്യിൽ തീപ്പേടുണ്ടായാലും വലിച്ചെറിഞ്ഞാൽ 47 ഡാമേജ് കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് റഷ്യമ പിന്നാൻ പുറത്തുനിന്ന് ഒരു സർപ്രൈസ് അടി. ഒന്ന് ഗ്ലൂ വാളിട്ട് മറ്റൊന്ന് ഫിനിഷ് ആയി. മറ്റൊന്ന് തൂക്കാൻ പോണം. അതിനായിട്ട് ഇവിടെ കുറച്ച് കവർ എടുത്തപ്പോൾ സോൺ വരുമ്പോൾ ഞാൻ ചെറുങ്ങനെ വലിഞ്ഞു. അങ്ങനെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ നല്ലപോലെ തന്നെ അടി കിട്ടാൻ തുടങ്ങി. ഞാനൊന്ന് റഷ് ചെയ്തു. അവിടുന്ന് ഓറിയണായോണ്ട് കുറച്ച് നേരം പിടിച്ചേക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. അതായത് ഞാൻ നേരെ അപ്പുറത്തേക്ക് തുള്ളാനല്ല അറിയാതെ വീട്ടിന്റെ ഉള്ളിലേക്ക് തുള്ളിപ്പോയി. അപ്പൊ എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് തന്നു. ബാക്കിയിൽ 6 HP കൊണ്ട് ഞാൻ എന്താക്കാൻ, സോണാണെങ്കിൽ എന്നെ കവറാക്കി മെഡടിച്ചിട്ട് ഞാൻ ജീവിക്കില്ല എന്നറിയാം. അങ്ങനെ കളി കഴിയുന്നു പോയി. സാറിൽ ഇനി അടുത്ത രീതിയിൽ ബ്രസീൽ വരിക്കാം.